ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും വാത്സല്യവും ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രമേയം, ഒരുങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഒരു പ്രത്യേക മുഹൂർത്തമാണ്. എന്നെ വളരെ ഇഷ്ടത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു വൈദിക സഹോദരൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എന്നെ കണ്ട് സംസാരിക്കാൻ വന്നു. അദ്ദേഹം വൈദികനായിട്ട് ഏകദേശം 10 വർഷത്തോളമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അജപാലന രംഗത്ത് അദ്ദേഹം അനുഭവിക്കുന്ന മരവിപ്പാണ്. വളരെ ഇഷ്ടത്തോടുകൂടി ഒരു വൈദികനായി തീക്ഷ്ണതയോടുകൂടെ ശുശ്രൂഷകൾ സമാരംഭിച്ചു. പക്ഷെ ഇപ്പോഴദ്ദേഹത്തിന് മടുക്കുന്നു, മനസ്സിലെ അതൃപ്തികൾ തോന്നുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ വേണ്ടത്ര കാര്യപ്രാപ്തി ലഭിക്കുന്നില്ലെന്നുള്ള വേദന. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നമുക്ക് എന്താണ് തമ്പുരാൻ്റെ മറുപടി എന്ന് കേൾക്കാൻ പരിശ്രമിക്കാം. അങ്ങനെ എടുത്ത് വായിച്ചപ്പോൾ കിട്ടിയൊരു സുവിശേഷ ഭാഗം ഒരുപാട് ഉൾക്കാഴ്ചകൾ എനിക്ക് നൽകി. അദ്ദേഹത്തിന് അത് പങ്കുവെച്ചപ്പോൾ സന്തോഷമായി. ഒരുപക്ഷേ ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ പഠനം മനസ്സിന് സന്തോഷവും ഒരുപക്ഷെ ഉൾക്കാഴ്ച നൽകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് വായിക്കാൻ എടുത്തപ്പോൾ കിട്ടിയ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 തുടങ്ങി 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ബാർത്തിമേയോസിൻ്റെ കഥയാണത്. എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളൊരു കഥയാണ്. യേശു തമ്പുരാൻ ജെറൂസലേമിലേക്കുള്ള വഴിയിലെ ജെറിക്കോ എത്തിയപ്പോഴാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം. വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൾപ്പെരുമാറ്റത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിത്യേന യാചിക്കാനും ഭിക്ഷ തെണ്ടാനും വന്നിരുന്ന തിമേവോസ് ചോദിച്ചു, ആരാണ് കടന്നു പോകുന്നത്? വലിയ ആൾപ്പെരുമാറ്റം ഉണ്ടല്ലോ. യേശുവാണ് കടന്നു പോകുന്നത് എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടായി. അവൻ ഇന്നും യാചകനായിരുന്നു, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തവനായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടസ്വപ്നങ്ങളായിരുന്നു അവൻ്റെ ലോകം. നാട്ടുകാർ കൊടുക്കുന്ന ഔദാര്യം കൊണ്ട് ജീവിക്കണം, അതിനപ്പുറത്ത് അവന് പ്രതീക്ഷകളില്ല. പക്ഷേ യേശു കടന്നു പോകുന്നു എന്ന വൃത്താന്തം അവനൊരു പ്രതീക്ഷ കൊടുക്കുകയാണ്. അവൻ ഉറക്കെ വിളിച്ച് കരയുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ വന്ന വൈദികൻ്റെ പ്രതിസന്ധി അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു പ്രതിസന്ധിയല്ല. അദ്ദേഹത്തെ പോലെ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ധാരാളം ദൈവമക്കളുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, എല്ലാം ഭംഗിയായിട്ട് സമാരംഭിച്ചവരെ, ധ്യാനം കൂടി ആവേശത്തിലെ എല്ലാം പുത്തനായിട്ട് തുടങ്ങിയവരെ, പക്ഷെ പാതി വഴിയിൽ വെച്ച് എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാം പൊട്ടിത്തകരുന്നു, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോകുന്നു. ബാർത്തിമേയോസിനെ യേശു സുഖപ്പെടുത്തുന്ന ഈ സുവിശേഷ ഭാഗം നമ്മയൊക്കെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ ഇടപെടലിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബാർത്തിമേയോസിനോട് യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്?
ഒരുപക്ഷെ അവൻ കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമായൊരു മറുപടിയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഒരുപക്ഷെ അവൻ്റെ ഈ അഭ്യർത്ഥനയ്ക്ക് പിറകിൽ ഒരു വികാരമുണ്ട്. അവൻ ഒരു കാലത്ത് കാഴ്ച ഉണ്ടായിരുന്നവനായിരുന്നു, നല്ല പോലെ കണ്ടിരുന്നവനാണ്. അവനെ എവിടെയോ വഴിയിൽ വെച്ചാണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. നമുക്കൊക്കെ കാഴ്ച ലഭിച്ചവരാണ്. മാമോദീസായിലും ആദ്യ കുർബാന സ്വീകരണത്തിലും സ്ഥൈര്യലേപനത്തിലും മറ്റാത്മീയ അഭിഷേകങ്ങളിലും ശുശ്രൂഷകളിലൊക്കെ നമുക്ക് കാഴ്ച കിട്ടുന്നവരാണ്, കിട്ടിയവരുമാണ്. പക്ഷെ വഴിയിൽ എവിടെയോ നമ്മുടെ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുന്നു. ആധ്യാത്മിക ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതിസന്ധി, അത് ബാർത്തിമേയുസിൻ്റെ പ്രതിസന്ധി മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും പ്രതിസന്ധിയാണ്. അതുകൊണ്ട് നമ്മുടെ അപേക്ഷ പ്രധാനമായിട്ടും കാഴ്ച വീണ്ടും കിട്ടാനാണ്. എനിക്ക് തോന്നുന്നേ ഈ കാഴ്ച വീണ്ടും കിട്ടാനായിട്ട് ഞാനും നിങ്ങളും ഒക്കെ പ്രയോഗിക്കേണ്ട ചില മാർഗങ്ങളെ സൂചിപ്പിക്കാനാണ് കർത്താവ് ഈ സംഭവം നമ്മുടെ മുൻപിലെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. ബാർത്തിമേയുസ് ചെയ്ത കാര്യങ്ങൾ, ഒന്ന്, അവൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വിളിച്ച പ്രാർത്ഥന എനിക്കൊന്ന് ബൈബിളിൽ ഏറ്റവും സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ബാർത്തിമേയുസിൻ്റെ കഥയിൽ സംഭവിക്കുന്നത് എന്താ? അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ വന്നിട്ട് അവനോട് പറഞ്ഞു, എടാ പിച്ചക്കാരാ, മിണ്ടാതിരിക്കെ, ശല്യം ചെയ്യരുത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പ്രതിസന്ധികളുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്കൊക്കെ അനുഭവത്തിലറിയാം. ഒരു മനുഷ്യനും നന്നാകാൻ പരിശ്രമിക്കുമ്പോൾ അത് അംഗീകരിക്കുന്ന ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട്. പക്ഷെ രണ്ടാമതും കുടിക്കുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കളിയാക്കലിനെ നേരിടാനുള്ള ആത്മശക്തി നഷ്ടപ്പെടുമ്പോഴാണ്. നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. പക്ഷേ ഇവിടെ ബാർത്തിമേയുസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മാർഗമുണ്ട്. എത്ര ശക്തിയിലാണോ ആളുകൾ അവനോട് നിശബ്ദനാകാൻ പറഞ്ഞത്, അത്രയ്ക്കും ഉയർന്ന സ്വരത്തിൽ അവൻ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ മറക്കരുത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ബാർത്തിമേയുസ് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ആളുകൾ വന്നിട്ട് അവനോട് പറഞ്ഞു, നിന്നെ കർത്താവ് വിളിക്കുന്നു. കർത്താവിൻ്റെ ക്ഷണപത്രിക കിട്ടിയ ഒരു മനുഷ്യനാണ്. ഞാനൊരു കാര്യം എൻ്റെ ശ്രോതാക്കളോട് പറയാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ ക്ഷണപത്രിക എന്നും നിങ്ങളുടെ വാതിലിൻ്റെ പടിക്കലുണ്ട്. അവൻ എന്നെ വിളിക്കുന്നു. കർത്താവ് കടച്ച് കളയുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തിലില്ല. കർത്താവിനെ കാണാൻ കൊതിക്കുന്ന സർവർക്കും കതക് തുറന്ന് കാത്തിരിക്കുന്ന ഒരു നല്ല തമ്പുരാൻ, നിന്നെ കർത്താവ് വിളിക്കുന്നു. ഞാനും നിങ്ങളും ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ കഴിയുന്നൊരു സ്വരമുണ്ട്, കർത്താവിൻ്റെ ക്ഷണക്കത്ത്. ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും കരുതുന്നു എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ക്ഷണിക്കാതിരിക്കാൻ മാത്രം കർത്താവിന് കഴിയില്ല. നീ എത്ര ദുർബലനാണോ, നീ എത്ര പാപിയാണോ, നീ എത്ര നിർഭാഗ്യവാനാണോ, അത്രയ്ക്ക് കൂടുതൽ കർത്താവിൻ്റെ ക്ഷണക്കത്ത് നിനക്കുണ്ട്. കർത്താവിൻ്റെ അടുക്കിലേക്ക് അവൻ ചെന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. സ്രോതസ്സിലേക്ക് അടുക്കണം. നമ്മൾ പലപ്പോഴും വഴിക്ക് വെച്ച് യാത്ര നിർത്തുന്നവരാ. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം, സ്രോതസ്സിലേക്ക് ചെല്ലുക. എൻ്റെയും നിങ്ങളുടെയും യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തുടരണം, കർത്താവിലെ എത്തണം. ഒരുപക്ഷെ അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾക്കൊക്കെ ഒരുപാട് ഉറവിടങ്ങളുടെ ശക്തിയുണ്ട്. അവിടെ കുത്തിയിരുന്ന് വായിക്കും, കുത്തിയിരുന്ന് നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത വിധത്തിലുള്ള സമാശ്വാസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ബാർത്തിമേയുസ് കർത്താവ് വിളിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ചില നടപടിക്രമങ്ങൾ ചെയ്തു. ഒന്നാമത് ചെയ്തത്, അവൻ്റെ പുറംകുപ്പായം
വലിച്ച് ദൂരെ എറിഞ്ഞു. ഈ പുറംകുപ്പായം എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് അടുക്കാതെ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ലൗകിക സുഖങ്ങളുണ്ട്. ഒരു പിച്ചക്കാരനെ സംബന്ധിച്ച് അവൻ്റെ പുറംകുപ്പായം എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമാണ്. അതിനേക്കാൾ വലിയൊരു വസ്ത്രം അവനില്ല. ഒരുപക്ഷെ അവൻ്റെ കല്യാണ വസ്ത്രമാണത്. പക്ഷേ കർത്താവിലേക്ക് നടന്നെടുക്കാൻ അത് തടസ്സമാണെന്ന് അവന് ബോധ്യമായതുകൊണ്ട് അതെടുത്ത് അവൻ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. പലപ്പോഴും നമ്മുടെ മനുഷ്യരെ ദൈവത്തെ കണ്ടുമുട്ടാതിരിക്കുന്നതിൻ്റെ കാരണം സാമ്പത്തികമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ തഴക്കദോഷങ്ങളാണ്. നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള പുറംകുപ്പായങ്ങൾ ധാരാളമുണ്ട്. ഇതെടുത്ത് മാറ്റാനും വലിച്ച് ദൂരെ കളയാനും നമുക്ക് കഴിവുണ്ടാകണം. രണ്ടാമതായിട്ട് അവൻ ചെയ്ത ഒരു വലിയ കാര്യം, ചാടി എഴുന്നേറ്റു. ഒരാവേശമുള്ള മനുഷ്യൻ ചാടുക, അതൊരു ആവേശത്തിൻ്റെ അടയാളാണ്. പ്രതീക്ഷ. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യനില്ലാത്തത് പ്രതീക്ഷയാണ്. ഞാൻ നേരെയാകില്ല, എനിക്കൊരിക്കലും ഗതി കിട്ടില്ല, ഞാൻ ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്, നിരാശയുള്ളവൻ ഒരിക്കലും കർത്താവിനെ കാണാൻ കഴിയില്ല. പ്രത്യാശയുള്ളവർക്കാണ് കർത്താവിനെ കാണാൻ കാഴ്ചയുള്ളത്. അവൻ ചാടി എഴുന്നേറ്റു. നമുക്ക് ആവേശം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് വഴിതെറ്റിയിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് വിചാരിച്ചാലേ എല്ലാം നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചാടി എഴുന്നേൽക്കണം, ആവേശമുള്ളവരായിട്ട് നമുക്ക് പെരുമാറാം. അവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനോട് പറഞ്ഞ ഏക കാര്യം, കർത്താവ് എനിക്ക് വീണ്ടും കാണണം. അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ലോകത്തിൽ മനുഷ്യനില്ല. എനിക്ക് നിന്നെ കാണണം കർത്താവേ, എൻ്റെ കൺമുൻപിലെ നിന്നെ എനിക്ക് സ്വന്തമാക്കണം. സ്നേഹമുള്ള എൻ്റെ ശ്രോതാക്കളെ, കർത്താവിനെ സ്വന്തമാക്കാനുള്ളൊരു കൊതി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ ലോകത്തിൽ നമുക്ക് വേറെ ഒന്നുമില്ല. കർത്താവിനെ കണ്ടപ്പോൾ സുവിശേഷത്തിൽ പറയുന്നു, അവനെ അനുഗമിച്ചു, കർത്താവിൻ്റെ കൂടെ പോയി. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള ഒരു സൗഭാഗ്യം, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ആധ്യാത്മിക ജീവിതം പട്ടുമെത്തയൊന്നുമല്ല, ആധ്യാത്മിക ജീവിതം സുഖവാസമൊന്നുമല്ല. ആധ്യാത്മിക ജീവിതം കുരിശിൻ്റെ വഴിയാണ്. അവിടെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് വീണ്ടെടുക്കണം. അതിനുവേണ്ടി ബർത്തിമേവൂസ് ചെയ്ത നടപടിക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. കാഴ്ച കിട്ടാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ കൂടുതൽ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. ചാടി എഴുന്നേൽക്കണം. പുറംകുപ്പായം വലിച്ചെറിയണം. ഉറവിടങ്ങളുടെ അടുക്കിൽ ചെല്ലണം. കർത്താവിൽ നിന്ന് ദാഹജലം കോരിക്കുടിക്കണം. നമുക്ക് സമാധാനം കിട്ടും. നമ്മുടെ ഒരു പ്രശ്നത്തിനും പ്രതിവിധിയില്ലാതില്ല, ഒരു പ്രതിസന്ധിക്കും മറുപടിയില്ലാത്തതില്ല, ഒരു രോഗത്തിനും മരുന്നില്ലാത്തതില്ല. പക്ഷേ ഉറവിടങ്ങളിൽ എത്തിപ്പെടാൻ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ, പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബർത്തിമേവൂസ് സന്തോഷവാനായി ജീവിതകാലം മുഴുവൻ കർത്താവിനോടൊത്ത് ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളോട് പങ്കുവെച്ച ഞാനും എന്നെ കേട്ട നിങ്ങളും കർത്താവിന് ഇഷ്ടമുള്ളവരാണെന്ന് തിരിച്ചറിയുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
ഈശോയേ, നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ. ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നു നാഥ. ഉദാശിയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ വലിയ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. തട്ടിൽ പിതാവിലൂടെ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. അന്ധനായ ബർത്തിമീസിൽ വെളിപ്പെട്ട ദൈവ പ്രവൃത്തിയെക്കുറിച്ച്. ജെറീക്കോ പട്ടണത്തിലൂടെ യേശു കടന്നു പോകുന്ന അറിഞ്ഞപ്പോൾ അന്ധനായ ബർത്തിമീസ് അവൻ ചാടി എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. പ്രിയ ദൈവമക്കളെ, ഈ മണിക്കൂറുകളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ, വേദനകളിലൂടെ, തകർച്ചകളിലൂടെ, നമ്മുടെ ജീവിതത്തിലെ സകല പരാജയങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, സകല വിധത്തിലുള്ള അടിമത്തങ്ങളിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. ഇത് വിടുതലിന്റെ സമയമാണ്. യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറാണ്. അവന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന സൗഖ്യത്തിന്റെ സമയമാണ്. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അന്ധനായ ബർത്തിമീസിന് കാഴ്ച കൊടുത്ത അത് യേശു ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. നമുക്കും കാഴ്ച കിട്ടേണ്ട പല തലങ്ങളിലുണ്ട്. കർത്താവ് കാണുന്നത് പോലെ സകലത്തെയും നോക്കി കാണുവാനുള്ള വലിയ അഭിഷേകം നമ്മിൽ വെളിപ്പെടുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവിനെ വിളിക്കാം. കർത്താവ് എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റണമേ, എന്റെ ചിന്താഗതികളെ മാറ്റണമേ, എന്റെ മനോഭാവങ്ങളെ മാറ്റണമേ. കർത്താവ് നീ കാണുന്നത് പോലെ ഞാൻ നോക്കി കാണുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാം. ആരാധന ആരാധന ആരാധന. അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ കാഴ്ചപ്പാടുകളെ മാറ്റണമേ, ഞങ്ങൾക്ക് കാഴ്ച നൽകണമേ. യേശുവേ യേശുവേ യേശുവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ മുൻപിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയാ, ആവശ്യമുള്ളവരെ, യേശുവിൽ നിന്ന് ഒരു സൗഖ്യത്തെ ആഗ്രഹിക്കുന്നവരെ, യേശുവിൽ നിന്ന് അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവരെ, യേശുവിൽ നിന്ന് അഭിഷേകത്തെ ആഗ്രഹിക്കുന്നവരെ, യേശുവിൽ നിന്ന് വിടുതലിനെ ആഗ്രഹിക്കുന്നവരെ, അവര് മൗനം പാലിക്കുകയില്ല, അവർ ചുമ്മാ ഇരിക്കില്ല. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. സാഹചര്യങ്ങളോ വ്യക്തികളോ പ്രതിബന്ധങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവോടെ പ്രാർത്ഥിക്ക്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറാണ്. സ്വർഗം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്ന വിശുദ്ധ നിമിഷങ്ങളാണ്. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കർത്താവിനെ മുൻപിൽ ഉയർത്തി പ്രാർത്ഥിക്ക്. നമ്മുടെ ദുഃഖങ്ങളെ, പരാജയങ്ങളെ, തകർച്ചകളെ, നൊമ്പരങ്ങളെ, ദുരിതങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന സകല വേദനകളെയും പ്രതികൂലങ്ങളെയും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തലങ്ങളിലെല്ലാം നിന്റെ അഭിഷേകം പകരണമേ, നിന്റെ ശക്തിയെ പകരണമേ, നിന്റെ കൃപയെ പകരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബർത്തിമീസിന് കാഴ്ച കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പുത്തൻ കാഴ്ചപ്പാടുകൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, ബന്ധങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. കാത്തിരിക്കുന്നു ഞാൻ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നു നാഥ. വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ യേശുവേ, ആരാധന ആരാധന ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ. ആരാധന 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന.